വളരെ പെട്ടെന്ന് തയ്യാറാക്കാൻ പറ്റിയ കിണ്ണത്തപ്പമാണ് ഇന്നിവിടെ ഉണ്ടാക്കുന്നത്. തനി നാടൻ പലഹാരമാണിത്. 1.5 കപ്പ് തേങ്ങ മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. അതിലേക്ക് ചെറു ചൂടുവെള്ളം ഒഴിച്ചു കൊടുക്കാം. നന്നായി അരച്ച് 1.25 കപ്പ് പാല് പിഴിഞ്ഞെടുക്കണം. 1 കപ്പ് അരി 3 മണിക്കൂർ വെള്ളത്തിൽ കുതിർത്ത് വാരി വച്ചിട്ടുണ്ട്. അത് നമുക്ക് മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുക്കാം. അതിലേക്ക് 1/2 കപ്പ് തേങ്ങാപ്പാലും കൂടെ ഒഴിച്ചു കൊടുക്കണം. 1 ഏലക്ക തൊലി കളഞ്ഞും അതിലേക്ക് ഇട്ട് കൊടുക്കാം. ഏലക്കയുടെ രുചി കൂടുതൽ ഇഷ്ടമുള്ളവർക്ക് 2 or 3 ഇട്ട് കൊടുക്കാം. ഇത് നമുക്ക് നല്ല വെണ്ണ പോലെ തന്നെ അരച്ചെടുക്കണം. തരിയുണ്ടോയെന്ന് നോക്കിയിട്ട് ഒന്നും കൂടെ അത് അരച്ചെടുക്കണം. അത് നമുക്കൊരു പാത്രത്തിലേക്ക് മാറ്റാം. ബാക്കിയുള്ള അരി കൂടി നമുക്കതുപോലെ അരച്ചെടുക്കാം. അതിലേക്കും 1/2 കപ്പ് പാൽ ഒഴിച്ചു കൊടുക്കാം. അതും അതേപോലെ തന്നെ നല്ല പേസ്റ്റാക്കി അരച്ചെടുക്കണം. ഇപ്പോൾ മാവ് കുറച്ച് കട്ടിയിലാണ് ഇരിക്കുന്നത്. ദോശമാവിൻ്റെ പരുവത്തിലാണ് ഇപ്പോൾ ഇരിക്കുന്നത്. എന്നാൽ നീർദോശയുടെ പരുവത്തിലേക്ക് പോവുകയും വേണ്ട. ബാക്കിയുള്ള 3/4 കപ്പ് പാലും കൂടി അതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ കറക്റ്റ് പരുവത്തിന് ഇത് കിട്ടുമേ. തേങ്ങാപ്പാൽ എപ്പോഴും കട്ടിയുള്ളതാവാൻ ശ്രദ്ധിക്കണമെങ്കിൽ ഇതിന് ടേസ്റ്റ് കിട്ടിയുള്ളേ. പശുവിൻ പാൽ ഉപയോഗിച്ച് ഇത് ഉണ്ടാക്കുന്നവരുമുണ്ട്. ഈ ഒരു കൺസിസ്റ്റൻസിയിലാണ് എടുക്കേണ്ടത്. ഇനി നമുക്കതിലേക്ക് 1/4 കപ്പ് പഞ്ചസാര കൂടി ചേർത്ത് കൊടുക്കാം. മധുരം കൂടുതൽ ആവശ്യമുള്ളവർക്ക് 1/2 കപ്പ് വരെ ചേർത്ത് കൊടുക്കാവുന്നതാണ്. 1/4 കപ്പ് ചേർക്കുമ്പോൾ ചെറുമധുരം മാത്രമേ കാണുകയുള്ളൂ. പഞ്ചസാര നന്നായി ഇളക്കി യോജിപ്പിക്കണം. അതിലേക്ക് 1 നുള്ളു ഉപ്പും കൂടി ഇട്ട് കൊടുക്കാമേ. ഇനി നമുക്ക് 1/4 ടീസ്പൂൺ വെളിച്ചെണ്ണ കൂടി അതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. വെളിച്ചെണ്ണ കൂടിപ്പോകാതിരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കണം. അതിലേക്ക് 1 ടീസ്പൂൺ ചെറിയ ജീരകം കൂടി ചേർത്ത് കൊടുക്കാം. എല്ലാം നന്നായി ഒന്ന് ഇളക്കി യോജിപ്പിക്കാം. മാവ് 15 മിനിറ്റ് വരെ റെസ്റ്റ് ചെയ്യാൻ വയ്ക്കാം. ഒരു പ്ലേറ്റിലേക്ക് നമുക്ക് കുറച്ച് ഓയിൽ പുരട്ടി കൊടുക്കാം. നെയ്യ് ഇഷ്ടമുള്ളവർക്ക് നെയ്യ് വേണമെങ്കിലും പുരട്ടി കൊടുക്കാം. മാവ് നമുക്ക് അതിലേക്ക് കോരി ഒഴിക്കാം. ഒത്തിരി തിക്കായിട്ട് പോകാതിരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കണം. നമുക്കത് സ്റ്റീമറിലേക്ക് വച്ചു കൊടുക്കാം. 10-15 മിനിറ്റ് കൊണ്ട് ഇത് നന്നായി വെന്ത് കിട്ടുന്നതാണ്. ആവിയുടെ വെള്ളം വീഴാതിരിക്കാൻ ഒരു അടപ്പ് കൊണ്ട് മൂടിക്കൊടുക്കണം. ഇവിടെ 15 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്. നമുക്കിതൊന്ന് വെന്തോന്ന് നോക്കാം. ഇവിടെ നന്നായി വെന്ത് വന്നിട്ടുണ്ട്. കിണ്ണത്തപ്പം ഈ ഒരു കനത്തിലാണ് എടുക്കേണ്ടത്. വളരെ സോഫ്റ്റ് ആയിട്ടുള്ളൊരു പലഹാരമാണിത്. കുട്ടികൾക്കൊക്കെ വളരെ ഇഷ്ടപ്പെടും. ഇനി നമുക്ക് ഒരെണ്ണം കൂടി അതുപോലെ ഒഴിച്ചു നോക്കാം. കട്ടി കറക്റ്റ് ആവാൻ പ്രത്യേകം ശ്രദ്ധിക്കണം. ഇതാർക്കും വളരെ എളുപ്പത്തിൽ തയ്യാറാക്കിയെടുക്കാൻ പറ്റാവുന്ന ഒരു പലഹാരമാണ്. വളരെ ആരോഗ്യപ്രദവും രുചികരവുമാണ്. കുട്ടികൾക്ക് സ്നാക്സായി സ്കൂളിൽ കൊടുത്തുവിടാൻ പറ്റിയൊരു പലഹാരമാണിത്. എല്ലാവരും ഒന്ന് ഉണ്ടാക്കി നോക്കൂ. ഇഷ്ടപ്പെട്ടാൽ എന്നെ ഒന്ന് സപ്പോർട്ട് ചെയ്തേക്കണേ.